സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൊല്ലം ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ. സായി സെന്ററിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് സാന്ദ്ര നിരന്തരം പറയുമായിരുന്നു. മരിച്ച സാന്ദ്രയും വൈഷ്ണവിയും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നില്ല. രണ്ട് കുട്ടികളുടെയും ആത്മഹത്യാ കുറിപ്പിലും ഒരേ കൈയക്ഷരമാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആദ്യം പ്രതികരണത്തിൽ. പക്ഷെ വിളിക്കാത്ത കുട്ടി ബുധനാഴ്ച ഫോൺ വാങ്ങി വിളിച്ച് നല്ലൊരു വിഷമമുണ്ട് കുട്ടിക്ക്. എന്താണെന്ന് അറിയില്ല. അത് അവനെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ലെറ്ററിലുള്ളതല്ല. ഞാൻ ഒരു തെറ്റ് ചെയ്യണം അമ്മ, അച്ഛനും അമ്മയും ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് കാനിയനെ നോക്കണം എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി വെച്ചിണെന്ന് പറഞ്ഞ് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നിഖിൽ, കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത നിലയിൽ ഹോസ്റ്റലിൽ നിന്ന് കണ്ടെത്തിയത്. നിലവിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഈ കേസിന്റെ അന്വേഷണം അത് എങ്ങനെയാണ്? മരണകാരണം എന്ത്, ആത്മഹത്യാ കാരണം എന്തെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തത ലഭിക്കുന്നുണ്ടോ നമുക്ക്? സുഹൈൽ, ഇവരെ ഈ വൈഷ്ണവി എന്ന പെൺകുട്ടിയുടെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഈ സാന്ദ്രയുടെ കുടുംബം, കോഴിക്കോട് കടലുണ്ടിയിലുള്ള സാന്ദ്രയുടെ കുടുംബം ഈ സായി സെന്ററിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. അവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്ന് ഈ കുട്ടി നിരന്തരം കുടുംബത്തോട് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മരിക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചപ്പോഴും ചെറിയ ബുദ്ധിമുട്ട്, അതായത് കുട്ടി സംസാരിക്കുന്നതിൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പഴയ വാർഡനെ വിളിക്കരുത് എന്ന് സായിലെ അധ്യാപകൻ രാജീവ് പറഞ്ഞു എന്ന് പെൺകുട്ടി ഈ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിളിച്ചാൽ പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പഴയ വാർഡനെ വിളിക്കരുത് എന്ന് ഈ സായി സെന്ററിലെ രാജീവ് എന്ന അധ്യാപകൻ പറഞ്ഞിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്യുകയാണ്, അനിയനെ നോക്കണമെന്നാണ് ഈ കത്തിലുണ്ടായിരുന്നത്. അവിടെ ഒരു ജയിൽ പോലെയാണെന്ന് ഈ കുട്ടി നിരന്തരം പരാതി പറയാറുണ്ടെന്നും അധ്യാപകരൊന്നും ശരിയാകുന്നില്ല എന്നും കുട്ടി ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രകൃതമുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ പെട്ടെന്ന് തകർന്നു പോകുന്ന ഒരു കുട്ടിയല്ല, വളരെ ബോൾഡായ ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകില്ല. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. അവർ ഇതിനോടകം തന്നെ ഈ മരണവിവരം പോലും പ്രിൻസിപ്പലിനെ അറിയിക്കുന്നത് വളരെ വൈകിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നലെ ഈ കുട്ടിയുടെ സായിൽ നിന്നുള്ള അധ്യാപകർ വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ബന്ധുക്കളോട് പങ്കുവച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ കുടുംബം ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഈ രണ്ട് കുട്ടികളുടെയും ആത്മഹത്യാ കുറിപ്പിൽ ഒരേ കൈപ്പടയാണ് ഉള്ളത് എന്നുള്ളതും ഈ സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് ദുരൂഹതകളുണ്ട്. 10ലും പ്ലസ് 2ലും പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ് ആത്മഹത്യ ചെയ്തത്. രണ്ടുപേർക്കും കോമണായി എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരുന്നോ? എന്താണ് സംഭവിച്ചത്? ആത്മഹത്യക്ക് കാരണം എന്താണ്? ദുരൂഹതകളെല്ലാം അത് ഒഴിവാക്കേണ്ടത്, ദുരൂഹതകൾ നികത്തേണ്ടതുണ്ട്. ദുരൂഹത മായ്ച്ച് എന്താണ് സത്യമെന്ന് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.